നിങ്ങളെപ്പോലത്തെ ഒരു സ്ത്രീ ഉന്നതമായ പദവിയിലേക്ക് ഉയർന്നുകൊണ്ട് മഹദിയായ റാബിയത്തുൽ അദവിയ ബീവി ഒരിക്കൽ പറഞ്ഞു, അല്ലാഹുവേ, നിന്നെ ഞാൻ സ്വർഗം കൊതിച്ചുകൊണ്ടോ നരകത്തെ പേടിച്ചുകൊണ്ടോ ആരാധിച്ചിട്ടില്ല. നരകത്തെ പേടിച്ചുകൊണ്ടോ സ്വർഗത്തെ മോഹിച്ചുകൊണ്ടോ നിനക്ക് ഞാൻ വണങ്ങിയിട്ടേയില്ല. വല്ലാഹി മാ അബത്തുക ഖൗഫൻ മിൻ നാരിക വ തമഅൻ ഫീ ജന്നതിക വലാകിൻ അബത്തുക ലിദാതിക. പക്ഷേ റബ്ബേ, നിന്നെ ഞാൻ ആരാധിച്ചത് നിന്റെ ദാത്ത് കാണാൻ വേണ്ടിയാണ്. നിന്റെ ദാത്തിലേക്ക് കാണണം, ആ ദാത്ത് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ ആരാധിച്ചത്. അപ്പൊ ഈ മഹദിയുടെ ആഗ്രഹം മരിച്ചു ചെന്നിട്ട് പടച്ചറപ്പിന്റെ ദാത്ത് കാണണം. അത് കണ്ടാൽ ഒരു മനുഷ്യന് ഏറ്റവും വലിയ സൗഭാഗ്യം കിട്ടിയെന്ന് മനസ്സിലാക്കണം. അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യൻ കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത്. അതിലപ്പുറം ഒരു നിഅമത്ത് വരില്ല. ആ നിഅമത്ത് പടച്ചറപ്പ് കൊടുക്കും. പടച്ചറപ്പിനെ ശരിക്കും പേടിച്ച് ജീവിക്കുന്ന അടിമകൾ. ആ അടിമകൾക്ക് നാളെ മരിച്ചു എന്നാൽ അത് കിട്ടും. മഹാന്മാര് മുഴുവൻ ആഗ്രഹിച്ചാതാ. ഞാനിത് സൂചിപ്പിച്ചത് എന്തിനാ? നമ്മളൊക്കെ ദുനിയാവിലെ ജീവിതം എന്ന് പറയുമ്പോൾ ഹറാമെന്ന് രക്ഷപ്പെട്ട് പരമാവധി ഹലാല് മാത്രം ചെയ്താൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവർ അങ്ങനെയല്ല. പരലോകത്ത് പോയാൽ പോരാ, പരലോകത്ത് ചെന്നിട്ട് അവിടെ നല്ല വിഭവങ്ങൾ അവർക്ക് വേണം. ഇപ്പൊ തന്നെ അവർ കൃഷി തുടങ്ങിയിട്ടുണ്ട്. ഈ ലോകമല്ലല്ലോ ജീവിതം. നമ്മൾ പടച്ചറപ്പിനെ കാണുമെന്നും കണക്ക് പറയപ്പെടുമെന്നും ചിന്തിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ നസ്സായിട്ട് നമ്മളെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഖദ് ഖസറല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാഹ്. ഖദ് ഖസറ, നഷ്ടപ്പെട്ടു പോയി. ഖദ് ഖസറ, ആ ഖദ് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞ വാചകം നോക്ക്. അല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാഹ് ഹത്താ ഇദാ ജാഅഹുമുസ് സാഅ. അവർക്കെങ്ങാനും അന്ത്യസമയം വന്നു കഴിഞ്ഞാൽ ബൗദ്ധത്തൻ വളരെ പെട്ടെന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന ചിന്തയില്ലാതെ ഭൂമുഖത്ത് അടിച്ചു പൊളിച്ച് നടന്ന ആളുകളോട് പറയുന്നു, ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല സൗകര്യം, നല്ല ഭക്ഷണം, നല്ല എല്ലാ ആരോഗ്യ സൗകര്യങ്ങളൊക്കെ പടച്ചറപ്പ് തന്നിട്ട് ഭൂമിയിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുക. പുറകോട്ട് നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. നിസ്കരിക്കാത്തത് കൊണ്ട് അവനൊരു കോട്ടം വന്നിട്ടില്ല. നോമ്പ് അനുഷ്ഠിക്കാത്തത് കൊണ്ട് അവനൊരു പ്രയാസവും തോന്നിയിട്ടില്ല. ഈ പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും തോന്നാതെ അടിച്ചു പൊളിച്ചവൻ ഇങ്ങനെ മുന്നോട്ട് അടിച്ചു കീറുക. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവന്റെ അവസ്ഥ എന്താ? ഖദ് ഖസറല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാഹ് ഹത്താ ഇദാ ജാഅഹുമുസ് സാഅതു ബഗ്തതൻ. അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന ചിന്തയില്ലാതെ മുന്നോട്ട് ഓടിപ്പോകുന്ന മനുഷ്യൻ നാശത്തിൽപ്പെട്ടവൻ. അവന് അവസാന നിമിഷം വന്ന സമയത്ത് പെട്ടെന്നത് വരുമ്പോൾ ഖാലൂ യാ ഹസറതനാ അലാ മാ ഫറത്നാ ഫിഹാ. പടച്ചവനെ, ഈ ഭൂമിയിലെ ജീവിതം ഞാൻ വെറുതെ കളഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു അപകടം പറ്റി മരിക്കാൻ പോകുമ്പോ, അല്ലെങ്കിൽ അവന് പ്രായമായി മരിക്കാൻ പോകുമ്പോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം പിടിപെട്ട് പെട്ടെന്ന് മരിക്കുന്ന ഉറപ്പാവുമ്പോ, അപ്പൊ എന്റെ മനസ്സിൽ പടച്ചോനെ, ഈ കഴിഞ്ഞ കാലമൊക്കെ ഞാൻ എന്താ ചെയ്തത്? അവന്റെ മനസ്സെന്ന് പറയുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമ പറയുന്ന ഖാലൂ, അവര് പറയും യാ ഹസ്രതനാ അലാ മാ ഫറത്നാ ഫിഹാ. കളഞ്ഞു കുളിച്ച ഐഹിക ജീവിതത്തെ കുറിച്ച് അവൻ പറയുന്നു. വെറുതെ കളഞ്ഞു കുളിച്ചു, ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. ഒരു ഹസനാത്തിന്റെ അംശം പോലും വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു നല്ല മജ്ലിസിൽ പോയിട്ടില്ല, ഒരു ദിക്റ് ചൊല്ലിയിട്ടില്ല, പരലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനത്തെ ഒരു ഗതികേടിൽ പടച്ചറപ്പ് എന്റെ കാലം കഴിഞ്ഞു പോയല്ലോ. വഹും യഹ്മിലൂന ഔസാറഹും അലാ ദുഹൂരിഹിം. ഖുർആന്റെ ഭാഷ നോക്ക്. വഹും യഹ്മിലൂന ഔസാറഹും അലാ ദുഹൂരിഹിം. അവന്റെ ദുഹൂർ പെരടി എന്നാ പറഞ്ഞത്. അവന്റെ പെരടിയിൽ അവൻ ചെയ്തു കൂട്ടിയ സകല തമ്മാടിത്തത്തിന്റെയും ബാണ്ഡുണ്ടാവും. ഭൂമിയിൽ ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടന്നിട്ട് എന്തൊക്കെ വൃത്തികേടാവും ചെയ്തത്. ആ ചെയ്ത തമ്മാടിത്തത്തിന്റെ സകല ഭാണ്ഡങ്ങളും, വിസറിന്റെ കൂട്ടം, തെറ്റിന്റെ കൂമ്പാരം, ഇത് ആ സാധു മനുഷ്യന്റെ പെരടിയിൽ ചുമന്നിട്ടായി പാവം നടക്കുന്നത്. ഖുർആൻ തന്നെ പറയാം, അലാ സാഅ മാ യസിറൂൻ. അലാ, നിങ്ങൾ അറിയണേ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ പ്രയോഗത്തിൽ അലാ എന്ന പ്രയോഗം വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോഴേ പറയൂ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അലാ സാഅ മാ യസിറൂൻ. അവർ ചുമന്നിരിക്കുന്നത് വളരെ മോശപ്പെട്ടാണ്. അവർ ചുമന്നിരിക്കുന്ന വളരെ മോശപ്പെട്ട ഒരു ചുമടാണ്, ദോഷത്തിന്റെ ചുമടാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഅബുൻ വലഹുൻ വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളോട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയിലൂടെ നിങ്ങൾക്ക് അനുവദിച്ച കുറഞ്ഞ കാലത്തെ ജീവിതമുണ്ടല്ലോ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഅബുൻ വലഹുൻ. ഈ ദുനിയാവിലെ ജീവിതം കേവലം ഒരു കളിയും വിനോദവും മാത്രമാണ്. അതൊക്കെ ഒരു തമാശയാണ്. ഇത് കുറെ കളിയും ചിരിയും തമാശയും കുറച്ച് കരച്ചിലും കുറെ അധ്വാനങ്ങളും കുറെ സമ്പാദിക്കലായിട്ട് പെട്ടെന്ന്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുക, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരിച്ചത് ഒരു കൊല്ലമായി എന്ന് പറയുമ്പോഴേക്കും ഒരു കൊല്ലം ഇത്ര പെട്ടെന്ന് പോയോ നമുക്ക് തോന്നുന്നില്ലേ? എത്ര പെട്ടെന്ന് ഒരു കൊല്ലായി നമ്മൾ മനസ്സ് പറയുന്നില്ലേ? നമുക്കൊരു വയസ്സ് കൂടി
ഒരു പരിശുദ്ധ റമദാൻ നമുക്ക് വരാനിരിക്കുന്ന ഒരു വയസ്സ് നമുക്ക് കൂടി എന്ന് പറഞ്ഞാൽ ഒരു വർഷവും കൂടി നമ്മൾ മരണത്തോട് അടുത്തു എന്നർത്ഥം. നമ്മൾ മരണത്തിലേക്കാണ് അടുത്തിരിക്കുക. ഇനി നമ്മൾ പുറകോട്ട് പോകില്ല. നമ്മളിപ്പോ മരണത്തിലേക്ക് അങ്ങോട്ട് അടുത്ത് വരികയാണ് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം എത്ര പെട്ടെന്നാ പോയത് നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്നതുപോലെ നിങ്ങൾ നോക്ക്, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഖുർആന്റെ വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ ലഇബുൻ വലഹു. ദുനിയാവിലെ ജീവിതം വെറും ഒരു കളിതമാശയാണ്. ഇതൊരു കളിതമാശയുടെ ലോകമാണ്. ഈ ലോകത്തിന്റെ പ്രകൃതി, അതിന്റെ വെപ്പ് തന്നെ കളിതമാശയാണ്. വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലദീന യത്തഖൂൻ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളോട് പറയുന്നു, യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയാം, യഥാർത്ഥ ജീവിതം പരലോകത്തെ ജീവിതമാണ്. ആരോട്? ആർക്ക്? തഖ്വയുള്ള മനുഷ്യർക്ക് പേടിയുണ്ട്, അള്ളാഹുവിനെ പേടിയുള്ള. എന്നിട്ട് ഖുർആൻ ഒരു പ്രയോഗം കൂടി നടത്തി, അഫലാ തഅഖിലൂൻ. സൂറത്തുൽ അൻആമിലുണ്ട്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? അവ ബുദ്ധിയുള്ളവരോടെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ബുദ്ധിയും വിവേകവുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് പരലോകമാണ് പ്രധാനം. ഇതിനെ വ്യാഖ്യാനിച്ചിട്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പറഞ്ഞിട്ടുള്ളത് എന്ത്? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. അൽ കയ്യിസു, ശരിയായ ബുദ്ധിമാനാരാ, നല്ല ബുദ്ധിജീവി എന്ന് പറയുന്ന ആളാരാ? തോളിൽ സഞ്ചിൻ തൂക്കി താടി പഠിക്കാൻ നടക്കുന്നവനല്ല. ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ കയ്യിസു മൻ ദാന നഫ്സഹു. മൻ ദാന നഫ്സഹു, സ്വന്തം ശരീരത്തെ മതപരമായി ശരിക്ക് മതത്തിൽ നിർത്തി, ദീനിൽ നിർത്തി. വഅമില ലിമാ ബഅദൽ മൗത്ത്, നാളേക്ക് വേണ്ടി വല്ലതും ഭൂമിയിൽ വെച്ച് ചെയ്തുണ്ടാക്കി. അതല്ലേ ഇന്ന് ചെയ്യുന്ന പ്രവർത്തനം നാളെ പ്രതിഫലം കിട്ടുന്ന രീതിയിലേക്ക് ആ രീതിയിൽ ചെയ്യുന്നവനാണ് ബുദ്ധിയുള്ളവൻ. അല്ലാത്ത നമ്മളൊക്കെ വെറും പോയത്തക്കാരല്ലേ? നമ്മളിപ്പോ നേരം എടുത്ത് വൈകുന്നേരം വരെ സമ്പാദിക്കും. എന്താ പരലോകത്ത് കിട്ടിയിട്ടുണ്ടാവുക? ഒന്നും വേണ്ട. ഇന്നത്തെ ദിവസം നമ്മളൊന്ന് പരിശോധിക്കാം. മഗ്‌രിബിന്റെ ശേഷം നിങ്ങൾ ഈ വന്നിരുന്ന സമയം ഒഴിവായിക്കോ, ഇത് കിട്ടും. മഗ്‌രിബിന്റെ ശേഷം നമ്മളിവിടെ വന്നിരുന്ന സമയം, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ നിസ്കരിക്കാൻ പള്ളിയിൽ പോയിട്ടുണ്ട്, ഞാൻ ജമാഅത്തായി സുബഹി നിസ്കരിക്കും, ഒക്കെ ശരിയാ, സംഭവിച്ചു. പക്ഷെ അതൊക്കെ പടച്ചറപ്പിന് കൃത്യമായി നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയാണ്. നിസ്കരിച്ചില്ലെങ്കിൽ പടച്ചറപ്പ് നമ്മളെ പരിഗണിക്കുക പോലില്ല. നമ്മൾ അള്ളാഹുവിനെ ഇപ്പൊ നമ്മൾ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട് എന്നൊക്കെയല്ലേ നമ്മൾ പറയണത്. ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഇതൊക്കെയല്ലേ നമ്മളെ വലിയ ഭാഷ. നിങ്ങളെ മനസ്സിനോട് ചോദിച്ചോ, നിസ്കരിക്കാതെ നിൽക്കാൻ നമുക്ക് എന്താ ഒരു അർഹത? അല്ല നമുക്ക് വായു തന്നില്ലേ, വെള്ളം തന്നില്ലേ, ജീവിത സുഖമൊക്കെ തന്നില്ലേ? നിങ്ങളെ കൊണ്ടുപോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഒരു ആസ്മ രോഗിയായിട്ട്, ഒന്നും വേണ്ട, ചെറിയ രോഗം ആസ്മ, ശ്വാസം മുട്ട് രോഗമുണ്ടായിട്ട് ആശുപത്രിക്ക് നിങ്ങളെ കൊണ്ടു ചെന്നാൽ ആ ശ്വാസം മുട്ട് രോഗിക്ക് ആശുപത്രിയിൽ നിന്ന് മൂക്കത്ത് ആദ്യം ഘടിപ്പിക്കും ഓക്സിജന്റെ ഒരു പൈപ്പ്. ആ ഓക്സിജൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദുനിയാവിലെ അന്തരീക്ഷത്തിൽ സുലഭമായി കിട്ടുന്ന ആ വാതകം നിങ്ങൾക്ക് സ്വന്തം വലിച്ചെടുക്കാൻ നിങ്ങളെ ശ്വാസകോശത്തിന് പടച്ചിറപ്പ് ഒരു കഴിവ് തന്നിരുന്നു. ആ കഴിവ് പടച്ചിറപ്പ് ചെറുതായി ഒന്നും കുറച്ചപ്പോ നിങ്ങൾക്ക് മൂക്കിന്റെ ഉള്ളിലേക്ക് ആ വാതകം സ്വന്തമായി ഒരു സിലിണ്ടറിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് തരേണ്ടി വന്നു. ആശുപത്രിന്റെ ബില്ല് വരുമ്പോ ഓക്സിജന്റെ സിലിണ്ടർ വെച്ചതിന്റെ ബില്ല് കാണണം, ഞെട്ടിപ്പോകുന്നില്ല. ഒരു 4 ദിവസം ഓക്സിജന്റെ സിലിണ്ടർ വെച്ച് കിടന്നൊക്കെ പൈസ ദിവസം കൊടുക്കണം. അള്ളാന്റെ ഭൂമിയിൽ ഈ വായുമണ്ഡലത്തിൽ നിന്ന് ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ശ്വസിക്കുന്നുണ്ട് ഈ വാതകം. ചെടികൾ ഭക്ഷണം നിർമ്മിക്കുന്ന ഫോട്ടോസിന്തസിസ്, മലയാളത്തിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രവർത്തനത്തിലൂടെ കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ചുകൊണ്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുക. നമ്മൾ ആ ഓക്സിജൻ സ്വീകരിച്ചുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുക. നമ്മൾ പുറത്തേക്ക് വിടുന്ന സാധനം ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണം. ചെടികൾ പുറത്തേക്ക് വിടുന്ന സാധനം നമ്മൾക്ക് ശ്വസിക്കാനും വേണം. ആരായി ഏർപ്പാടുണ്ടാക്കിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു നയാ പൈസ ചെലവില്ലാതെ പെറ്റു വീണ അന്ന് മുതൽ ഈ നിമിഷം വരെ നമ്മൾ വലിച്ചു കയറ്റുന്നില്ലേ ഈ ഓക്സിജൻ? ഒരു നിമിഷം ശ്വാസകോശത്തിന് ചെറിയൊരു തടവ് പടച്ചോൻ വെച്ചപ്പോ ആശുപത്രിയിൽ എത്ര ബില്ല് കൊടുത്തത്? ആ ബില്ലിന്റെ കണക്ക് പരിശോധിച്ചാൽ ഓരോ ദിവസവും ശ്വസിക്കുന്ന വായുവിന് കണക്ക് തികയോ നിസ്കാരം? അള്ള ചെയ്ത നിയമത്തിന് ശുക്ർ ചെയ്യുന്ന മനുഷ്യന്മാരില്ലേ നമ്മൾ? അവൻ നിസ്കരിച്ചിന് കൂലി കിട്ടും എന്നൊന്നും കരുതി പുസ്തകത്തിൽ എഴുതി കണക്ക് ബുക്കും കൊണ്ട് പരലോകത്തേക്ക് പോണ്ട. അള്ള ഇഷ്ടമുണ്ടെങ്കിൽ തരുന്നേ പറഞ്ഞിട്ടുള്ളൂ. നിസ്കാരത്തിന് പടച്ചിറപ്പ് കൂലി തരുന്ന ആരും കരുതണ്ട. സക്കാത്ത് പടച്ചിറപ്പ് ചന്ത മുതലാ കൊടുക്കുന്നത്, നിങ്ങൾ വായുന്ന് പിടിച്ചെടുത്തതല്ലത്. അള്ള നേരിട്ട് നമ്മളോട് പറഞ്ഞതാണ്. പടച്ചിറപ്പ് നേരെ നമ്മളോട് വിളിച്ചിട്ട് പറയാം, നിങ്ങൾക്ക് ഞാൻ തന്ന സമ്പത്തിൽ നിന്ന് ചെലവാക്കിക്കോളൂ എന്നാ പറഞ്ഞത്. നിങ്ങളെ ഞാൻ പ്രതിനിധിയാക്കിയതിൽ നിങ്ങൾ ചെലവഴിച്ചോന്നാ പടച്ചിറപ്പ് പറഞ്ഞത്. പ്രാതിനിധ്യമാണ്, റെപ്രസെന്റേഷൻ. അപ്പൊ നമ്മളതല്ല സമ്പത്ത്, പടച്ചോ നമ്മളെ കയ്യിൽ തന്നൂന്നേ ഉള്ളൂ. കൂടുതൽ തന്നാൽ കൂടുതൽ കണക്ക് പറയേണ്ടി വരും. കൂടുതൽ പണം തന്നാൽ കൂടുതൽ കണക്ക് പറയേണ്ടി വരും. കുറച്ച് പണം തന്നാൽ കുറച്ച് കണക്ക് പറഞ്ഞാൽ മതി. ഖില്ലത്തുൽ മാലി അഖല്ലുൽ ഹിസാബ. കുറഞ്ഞ പൈസ ഉള്ളവൻ കുറഞ്ഞ ഹിസാബിന് നിന്നാ മതി. മറ്റോ കണക്ക് മുഴുവൻ തീരോളം മത്സരം നിൽക്കേണ്ടി വരും. കണക്ക് ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരും. 10 രൂപ ഏറെ കയ്യിലുള്ളവന് 10 നേരം കൂടുതൽ നിൽക്കേണ്ടി വരും.
അപ്പൊ ചുരുക്കത്തിൽ സക്കാത്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുന്നതും ഒന്നും കണക്ക് പറഞ്ഞ് വാങ്ങാൻ പറ്റൂല. നേരെ മറിച്ച് ഇതൊക്കെ പറ്റും. ഇത് അതിന്റെയൊക്കെ പുറത്തുള്ള നമ്മളെ ഐച്ഛിക പ്രവർത്തനങ്ങളാണ്. നിന്റെ ആയുസ്സും സമയവും എന്തൊക്കെ എന്തിനു ചെലവാക്കി നിൽക്കുന്നു ഇതൊക്കെ പറയാണ്ടാവും. നിസ്കരിച്ചു നോമ്പ് പറഞ്ഞാൽ അത് നിർബന്ധമായി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അത് ചെയ്തില്ലെങ്കിൽ പടച്ച റബ്ബ് നമ്മളെ പരിഗണിക്കുക പോലില്ല. ബൈനൽ കുഫ്രി വൽ അബ്ദി അസ്സലാ. അടിമയാണോ അതോ കാഫിറാണോ എന്ന് തെളിയിക്കുന്ന നിസ്കാരമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അവ പടച്ച റബ്ബ് നമുക്ക് പ്രതിഫലം തരുന്ന പ്രവർത്തനമാണിത്. ഇതൊഴിക്കെ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പ്രവർത്തനത്തെ നിങ്ങളൊന്ന് കണക്കൂട്ടും. നമുക്ക് എടുത്തു വെക്കാൻ എന്താ ഉണ്ടാവുക? ഒരു 10 സുബ്ഹാനല്ലാഹ് നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ? നമ്മുടെ ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? ഒരു പാവപ്പെട്ടവൻ എന്തൊരു ഉപകാരം നമ്മൾ ചെയ്തിട്ടുണ്ടോ? വഴിയറിയാത്തവനെന്ന് വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എന്ത് പുണ്യമാണ് ഒരു ദിവസത്തിൽ നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ളത്? അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തത്തക്ക വിധം എന്ത് പുണ്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? ഒരു മുള്ളു വഴി നിർത്തിട്ടോ കൂലി എഴുതിയിട്ടുണ്ടോ? ഒരാളെ കണ്ടപ്പോൾ ചിരിച്ച് സംസാരിച്ചോ കൂലി എഴുതിയിട്ടുണ്ടോ? സാധുവിന് ധർമ്മം കൊടുത്തോ കൂലി എഴുതിയിട്ടുണ്ടോ? റസൂലുള്ള മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ വരുമ്പോ സ്വഹാബത്തിന് ചോദിക്കും, ഇന്ന് ധർമ്മം കൊടുത്തോനാരാ? ഇന്ന് പാവപ്പെട്ടവനെ ഊട്ടിയവനാരാ? ഇന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന് വല്ല സഹായം ചെയ്തോനുണ്ടോ എന്നൊക്കെ അങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോ സ്വഹാബത്ത് ഇങ്ങനെ പറയുമായിരുന്നു. എന്തിനാണ് അങ്ങനെ ഒരു വിചാരണ പരിശുദ്ധ ഹബീബ് നടത്തിയത്? ഒരു ദിവസത്തിൽ താൻ എന്തെങ്കിലും ഒരു പുണ്യം ചെയ്യുന്നുണ്ടോ എന്ന് സ്വന്തം മനസ്സിനോട് ചോദിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു പുണ്യം നാളേക്ക് ചെയ്തു വെച്ചവരാണോ ഇന്നോ? നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി നമ്മൾ എത്ര ഓടിയിട്ടുണ്ടാവും? ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി ചെലവാക്കുന്നതിന്റെ 4% പോലും പരലോകത്തേക്ക് നമ്മൾ ചെലവാക്കുന്നുണ്ടോ? എന്നാൽ നമ്മൾ മനസ്സിലാക്കി ഈ ലോകത്തെ ജീവിതം വെറും 60 വയസ്സ് വരെ മാത്രമേ ഉണ്ടാവും. മാക്സിമം വന്നാൽ 60-70 ഉണ്ടാവും. മാബൈന സിത്തീന വസബഈന പ്രവാചകർ പറഞ്ഞു. അപൂർവം ചിലതൊക്കെ 100, 110, 120 ഒക്കെ ആവുമ്പോൾ പത്രത്തിൽ വരും ചെയ്യും. ചെറുപ്പത്തിലെ മരിച്ചു പോകുന്നവരുണ്ടാവും. ഒരു 60-70 വയസ്സ് വരെ ജീവിക്കുന്ന 10-60 കൊല്ലം. അതിൽ ചെറുപ്പത്തിലെ നമ്മൾ കണക്ക് കൂട്ടിയാൽ 60 കൊല്ലം ഒരു മനുഷ്യൻ ജീവിക്കുന്ന കണക്കാക്കുക. ഒരു 30 കൊല്ലം ഉറങ്ങിയിട്ട് പോകുന്നു. 30 കൊല്ലം അവൻ ഉറങ്ങിയിട്ട് പോകും. ഒരു 10 കൊല്ലം ചെറുപ്പത്തിൽ തക്ലീഫില്ലാതെ പോകും. ഒരു 2-3 കൊല്ലമൊക്കെ വയസ്സുകാലത്ത് വയസ്സനായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ പോകും. പിന്നെ ആകെ ഉണ്ടാവും എന്താ? 60 വയസ്സുള്ള ജീവിതത്തിൽ ആറ്റിക്കുറുക്കി കിട്ടിയാൽ 20 കൊല്ലം കിട്ടും. ചിലപ്പോൾ ഒരു 10-20 കൊല്ലം മാത്രം, അതിന്റെ 1/3 പോലും കിട്ടില്ല. ആ സമയത്താണ് നമ്മൾ ശരിക്കും റബ്ബിനെ ആരാധിക്കാൻ പറ്റിയ ചുണക്കുട്ടികളായി നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ചെറുപ്പക്കാർ അടിച്ച് പൊളിച്ച് തമ്മാടിത്തം കാണിച്ച് വൃത്തികേടും ചെയ്ത് ആ 10-20 കൊല്ലത്തെ യുവത്വം ആണ് നശിപ്പിക്കും. ആകെ ജീവിതത്തിന്റെ ആകെ തുക എന്ന് പറയുന്ന ആ സമയത്ത് നമ്മൾ ജീവിതം നശിപ്പിക്കുന്ന പണിയാ ചെയ്യുക. ആ സമയം പടച്ച റബ്ബിനെ അർപ്പിച്ചുകൊണ്ട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതി പരലോകത്ത്. യുവത്വത്തിൽ ചെയ്യുന്നത് പോലെ പരലോകത്ത് ചെയ്യാൻ ബാക്കി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല ഈ ജീവിതം ഇവിടെ തീരുന്നു പോകുന്ന നമ്മുടെ ധാരണ. അവിടെയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മൻകാന യുരീദുൽ ആജിറത അജ്ജൽനാ ലഹു ഫീഹാ. ആരെങ്കിലും ഈ പരലോകത്ത് വെച്ച് ഈ ലോകത്ത് വെച്ച് പരലോകത്തേക്ക് ബാക്കി വെക്കാതെ മുഴുവൻ ഇവിടെ തന്നെ കിട്ടണമെന്ന് മോഹിച്ചുവോ? അങ്ങനെയുള്ള മനുഷ്യന്മാരെ അജലത്ത് കാണിച്ചു എന്ന ഖുർആന്റെ ഭാഷ. മൻകാന യുരീദുൽ ആജിറത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ. ആരെങ്കിലും ഈ ലോകത്ത് വെച്ച് വല്ലതും ആഗ്രഹിച്ചുകൊണ്ട് അത് പെട്ടെന്ന് കിട്ടണമെന്ന മോഹത്തോടുകൂടി അജലത്ത് കാണിച്ചോ, അവനെ നമ്മൾ ഉദ്ദേശിച്ചത് നടത്തി കൊടുക്കും. പഠിച്ചോ ഇവിടെ വെച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവർ ചിലപ്പോൾ പടച്ചറപ്പ് വേണ്ടതൊക്കെയാണ് തന്നു. നിങ്ങൾക്ക് നല്ല പുരോഗതി, കച്ചവടം, സംഗതി ഒക്കെ ചെയ്യും. അല്ലാഹ് തിരിച്ചു പറഞ്ഞു, മൻ നുരീദു തുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ. അവൻ ആവശ്യമുള്ളതൊക്കെ കൊടുത്തിട്ട് അവനെ ഒരു സന്തോഷത്തിന്റെ ചേരിലേക്ക് പറഞ്ഞയച്ചിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് അവസാനം കൊണ്ടുപോയിട്ട് അവനെ നരകത്തിലേക്കാണ് വലിച്ചെറിയും. എങ്ങനെ? അകറ്റപ്പെട്ടവനും ഇകഴ്ത്തപ്പെട്ടവനുമായിട്ട്. മദ്മൂമൻ മദ്ഹൂറാ. അകറ്റപ്പെട്ടവനും ഇകഴ്ത്തപ്പെട്ടവനുമായിട്ട് നരകത്തിലേക്കാണ് കൊണ്ടുചെന്നിടും. കാരണം എന്താ? ഈ ദുനിയാവ് മനസ്സിലാക്കിയത് സുഖിക്കാനുള്ള സ്ഥലമാണ്. അങ്ങനെ സുഖിക്കാനുള്ള സ്ഥലമാണ്, ദുനിയാവാണ് ജീവിതം എന്നവൻ തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെ തെറ്റിദ്ധരിച്ചവൻ ഇവിടെ തന്നെ എല്ലാം വേണം തോന്നി പടച്ചോനെ എല്ലാം കൊടുക്കും. അതാണ് പടച്ചോന്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഈ ദുനിയാവ് മതി എന്ന് നിങ്ങളെ മനസ്സിൽ തോന്നുന്നവോ പടച്ചോൻ സകല സൗകര്യം ചെയ്ത്. അതേസമയത്ത് പരലോകമാണ് ജീവിതം തോന്നണമല്ലോ, ചിലപ്പോൾ പടച്ചറപ്പ് ബുദ്ധിമുട്ട് കൊടുക്കും, പ്രയാസം കൊടുക്കും. എന്താ കാരണം? അവന് ചിലപ്പോൾ ഒരുപാട് പരീക്ഷണം, മക്കൾ മരിക്കലൊക്കെ പരീക്ഷണത്തിൽപ്പെട്ടതാ. ഇന്നല്ലാഹ ഇദാ അഹബ്ബ റജുലൻ ഇബ്തലാഹു. അല്ലാഹ് ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അവനെ പരീക്ഷിക്കും. ഇബ്തലാഹു, അവനെ പരീക്ഷിക്കും. വൈദാ സബറ, ശരിക്കവൻ ക്ഷമിച്ചാൽ ഇജ്തബാഹു, പടച്ചറപ്പിന്റെ നല്ല അടിമയായി അവനെ പടച്ചറപ്പ് തെരഞ്ഞെടുത്ത് വലിയ പ്രതിഫലം കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അയ്യൂബ് നബിക്ക് രോഗം ഉണ്ടായില്ലേ? അയ്യൂബ് നബി അലൈഹി സ്വലാമിന് രോഗം ഉണ്ടായത് അയ്യൂബ് നബി മോശക്കാരനായിട്ട് അല്ലല്ലോ. പക്ഷെ അയ്യൂബ് നബി ക്ഷമിച്ചു. എങ്ങനത്തെ ക്ഷമ?
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനായ പ്രവാചകന് കൊടുത്ത രോഗത്തിന്റെ ഗൗരവം നോക്ക് നിങ്ങൾ. ശരീരം മുഴുവൻ